നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ നീറ്റിനെ പറ്റിയിട്ടായിരുന്നു. നീറ്റിന്റെ റിസൾട്ട് വന്നു, അതിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ടായതിനെക്കാട്ടിലും കൂടുതൽ ഒരു റെസ്പോൺസ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായി. അപ്പം ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂറ്റി അല്ലെ, ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കോളിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് വീണ്ടും ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലേക്ക് ഈ ചാനൽ എത്തിക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് വന്നിരിക്കുന്ന കോളിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഒരു 95 എബോവ് കിട്ടിയ കുട്ടികള് നോർമലി അവർക്ക് ഈ പാരാമെഡിക്കൽ കോഴ്സ് BSc നേഴ്സിംഗ് ഒന്നും തേക്കാത്തോട്ട് തന്നെ അവര് പോയി നീറ്റിന് എഴുതുന്നു, വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ഒരു സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിട്ട് വരുന്നു. അവർ കിട്ടാതെ വരുമ്പോൾ അവർ വല്ലാത്തൊരു മെന്റൽ സിറ്റുവേഷനിലോട്ട് പോകുന്നു. അത്രയും മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഒന്നും അല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു. പേരൻസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പേരൻസ് പലരും അവരെ കുറ്റപ്പെടുത്തുന്ന പേരൻസ് ഉണ്ട്. അതേപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. കാര്യം എന്റെ മക്കൾക്ക് അവർക്ക് എന്നോടൊരു ദേഷ്യം തോന്നരുത്, അല്ലെങ്കിൽ ഞാനത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തില്ല, അവസരം കൊടുത്തില്ല എന്നൊരു ഇത് തോന്നരുതെന്ന് കരുതി അവർ വീണ്ടും 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 കൊടുക്കാൻ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ട്, വിളിച്ച് കരഞ്ഞിട്ടുള്ള പേരൻസ് ഉണ്ട്, വിളിച്ച് കരഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനെ ഒരു മാനസികമായിട്ടൊരു ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ 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 പല ഒരു ഇതിലോട്ടോ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടുണ്ടായി, ആ ഒരു സിറ്റുവേഷൻ എന്താണ് റെമഡി? പേരൻസും കുട്ടികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പേരന്റിങ്ങും പഠിക്കേണ്ട ഒരു കാര്യം തന്നെ ആയിട്ട് മാറുന്നുണ്ട്. പണ്ടത്തെ ജനറേഷനിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വന്ന ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് കുട്ടികളെ വളരെ മോശമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളും ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യണം. അതായത് അവരുടെ പേരൻസ് ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെയാണ് വന്നത്, അവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പുച്ഛത്തോടെയും അല്ലെങ്കിൽ അത് ഒരു കുറവായിട്ടോ ഒന്നും കാണാതെ ചില കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞുതരാം. അതായത് കുട്ടികള് മാർക്കിന്റെ പെർസെന്റേജിലല്ല അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് അവർ ഇന്ന കോഴ്സ് എടുക്കണം എന്നുള്ളത് മാർക്കിന്റെ പെർസെന്റേജിലല്ല. അവരുടെ IQ ലെവൽ അല്ലെങ്കിൽ അത് ആ കോഴ്സ് അവരുടെ സ്വഭാവത്തിനും അവരുടെ ഇഷ്ടത്തിനും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കും ഒക്കെ അനുസരിച്ച് വേണം ഒരു കോഴ്സ് എടുക്കാൻ. കോഴ്സ് എടുക്കുക എന്നുള്ളത് പണ്ടത്തെ കൂട്ട് അപ്പുറത്തെ ഏതെങ്കിലും ഒരാൾ ആ കോഴ്സ് പോയി കിട്ടി, അവര് ഇതായി, അവർ ഓക്കെ ആയി, അല്ലെങ്കിൽ അവര് മുമ്പോട്ട് വന്നു, അതുകൊണ്ട് ആ കോഴ്സ് കൊള്ളാം, അല്ലെങ്കിൽ ആരെങ്കിലും പോയി ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നുകൊണ്ട് ആ കോഴ്സേ കൊള്ളത്തില്ല എന്നുള്ള മുൻവിധികളും കാര്യങ്ങളും ഈ അമ്മാവന്മാരുടെ ടോപ്പിക്സും കാര്യങ്ങളും അതൊക്കെ ഒഴിവാക്കുക. ഇതിനൊരു ശാസ്ത്രീയമായ വശമുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നെ കോൺടാക്ട് ചെയ്യാം. കോഴ്സ് എടുക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെതായിട്ടൊരു പാറ്റേൺ ഉണ്ട്. അവരോട് സംസാരിച്ച് അവരോട് നമ്മൾ കുറെ ഇടപെടി കഴിയുമ്പം അവരുടെ ഒരു ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ഇന്നലെ തന്നെ രാത്രി ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് കുറെ നേരം ഇതേപോലെ 2-3 വട്ടം നീറ്റ് റിപ്പീറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ടൈമിൽ എനിക്ക് കണ്ടിന്യൂസ്ലി വോയിസ് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 10-12 വോയിസ് മെസ്സേജോളം, എല്ലാവരും 1.5 മിനിറ്റോളം വരുന്ന വോയിസ് മെസ്സേജാണ്. അതിങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അത് അയച്ച് ഞാനിതെല്ലാം സമാധാനത്തോട്ടിരുന്ന് കേട്ടു. എന്നിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ലൈഫിൽ ആരും ഇത്രയും ക്ഷമയോട് കൂടി കുട്ടി പറയുന്ന കേട്ടിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ ആ കുട്ടി ഒന്ന് റിലാക്സ് ആയി, കുറെ കാര്യങ്ങൾ പറയാൻ പറ്റി. അവർക്കൊരു ഇപ്പൊ തന്നെ ഒരു കോഴ്സിലോട്ട് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ചെയ്ത ഇത്രേ ഉള്ളൂ, ഒരു ടൈം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണോ അവർക്ക് ടൈം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചു. അതാണ് എനിക്ക് പേരൻസിനോടും പറയാനുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ അല്ല മാറ്റി വെക്കേണ്ടത്. നിങ്ങൾ പൈസ മാറ്റി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ പൈസ യൂസ് ചെയ്യാം. പക്ഷെ പൈസയെക്കാട്ടിലും ഏറ്റവും മെയിനായിട്ട് അവർക്ക് നിങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യം സമയമാണ്. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരെ വർക്കിംഗ് സറൗണ്ടിങ് അവർ പോകുന്നിടത്ത് അവർ ഓക്കെ ആണോ, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനും ഒരു അന്തരീക്ഷം നിങ്ങൾ ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊന്നും വരാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ തലക്കിലായിരിക്കുക. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ കോഴ്സ് എടുക്കാനും അവരെ തന്നെ പ്രാപ്തരാക്കുക. അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മാത്രം പുഷ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്ന കുട്ടിയായിട്ട് അവർ വളർത്തരുത്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായത്തിനോട് മാനിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു മിഡിൽ റേഞ്ചിൽ അവരെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും അമിതമാവാത്ത രീതിയിൽ അവരെ ഒന്ന് മിക്സഡ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡെയിലി ഒരു സ്കൂളോ കോളേജോ കഴിഞ്ഞ് വരുമ്പോൾ അവരോട് കുറച്ച് സമയം സംസാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളും പറയുക, അവരുടെ കാര്യങ്ങളും പറയുക, ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് മുമ്പോട്ട് അത് ഇടയ്ക്കൊന്നും മുറിഞ്ഞു പോകാത്ത രീതിയിൽ മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവുന്ന ഫീലിങ്സ് ഭയങ്കര ഡേഞ്ചറസ് ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഒരുപാട് കുട്ടികൾ മീൻസ് ഡിപ്രഷനിലാണെന്നും പറഞ്ഞുകൊണ്ട് പല കുട്ടികളും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഈ ആൻസൈറ്റി ഉള്ള പല കുട്ടികളും ഉണ്ട്. അതിന് മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ട്. മീൻസ് പേരൻസ് പോലും അറിയാതെ മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല സവറൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്കിടയിൽ നടക്കുന്നുണ്ട്. അത് പണ്ടത്തെ കൂട്ടൊന്നും അല്ല. അത് പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെയുണ്ട്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികൾക്കിടയിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ വേസ്റ്റ് ആയിട്ടൊരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പലർക്കും കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തില് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നതിനകത്ത് വലിയൊരു ഭാഗം കാരണക്കാരും പേരൻസ് തന്നെയാണ്. അത് പേരൻസിന്റെ അറിവോടെ അല്ല, അത് പേരൻസിന്റെ അറിവില്ലായ്മ തന്നെയാണ്. പക്ഷെ ആ അറിവില്ലായ്മ നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ കയ്യിലൊന്നും കിട്ടത്തില്ല. പിന്നെ വെറുതെ ഇരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനെ ആ രീതിയിൽ ഗൈഡ് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു വീട്ടിലെ തന്നെ മൂത്ത കുട്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന് നിങ്ങൾ അവന്റെ ജനറേഷന് ഇളയ കുട്ടികളുടെ ജനറേഷൻ രണ്ടാണ്. ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു വർഷം ഡിഫറൻസ് ഉള്ള കുട്ടികൾ തമ്മിൽ വരെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അത് തിരിച്ചറിയാം. മൂത്ത മോനെ അല്ലെ മൂത്ത മോളെ വളർത്തിയ പോലെ ഇളയ മോനെ വളർത്താൻ പറ്റണമെന്നില്ല. അവിടെ ആ ജനറേഷൻ വീണ്ടും മാറി. അപ്പൊ അതിനനുസരിച്ച് പേരൻസ് മാറണം. മാറിയെങ്കിൽ മാത്രമേ അടക്കുള്ളൂ. അതിനകത്ത് വേറെ പോംവഴിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ട് പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പറയുള്ളൂ. എന്ന് ഇപ്പൊ 2-3 വട്ടം പറഞ്ഞ കാര്യമുള്ളൂ. സമയം കൊടുക്കുക, സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, തുറന്ന് പറയുക. എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ എന്താണ് നിങ്ങളുടെ അത് അറിയത്തില്ലെങ്കിൽ അത് അവരോട് തന്നെ ചോദിക്കുക. ചിലർക്ക് അത് അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പം നമ്മൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ കൂടുതലായിട്ട് ഇടപഴകും. അല്ലെങ്കിൽ ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, അച്ഛൻ മേളിൽ നിൽക്കുക, അച്ഛൻ അങ്ങനെയാണ്, അച്ഛൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഒന്നും പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ സ്നേഹം കൊണ്ടും ആ ഒരു ക്ഷമ കൊണ്ടും ഒക്കെ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നേടാനും എടുക്കാനും ഇനിയുള്ള കാലത്ത് പറ്റുള്ളൂ. അക്രമം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം അത് വെട്ടിക്കുത്തും കൊലപാതകത്തിൽ മാത്രമേ നിൽക്കുള്ളൂ. കാര്യം ഇപ്പൊ കൊന്നാലും ഇത്രേ ഉള്ളൂ എന്നൊരു മെന്റാലിറ്റിയിലാണ് അവർ പോകുന്നത്. അവര് കാണുന്ന സീരിയസ് കാര്യങ്ങള്, സിനിമകള്, കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പം നിയമപരമായിട്ടും ഇതിന് ഇത്രേ ഉള്ളൂ, ഇതെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും അവരെ ബാധിക്കത്തില്ല. ഓക്കെ, അപ്പം പണ്ടത്തെ കൂട്ട് പോലീസിനെ കണ്ടാൽ പേടിക്കുന്ന കുട്ടികളൊന്നും അല്ല. പോലീസിനെ അങ്ങോട്ട് ആക്രമിക്കുന്ന കുട്ടികളാണ് വരുന്നത്. അവർ ഏതൊക്കെ തരത്തിലുള്ള മീൻസ് നമ്മുടെ അടുത്ത് സ്പേസ് ഇല്ലാത്തപ്പോ അവര് മറ്റൊരു സ്പേസിലോട്ട് പോകും. അത് ചിലപ്പോ ഒന്നെങ്കിൽ പ്രണയം അങ്ങനത്തെ എന്തെങ്കിലും ഇതിലോട്ട് പോകും, അല്ലെങ്കിൽ ലഹരിയിലോട്ട് പോകും. അങ്ങനെ പലതിലോട്ട് വരും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഓരോ ഇൻഡിവിജ്വലിന്റെ അടുത്ത് നിങ്ങൾ കാണിക്കേണ്ട ഒരിതുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടുതലാണ്. കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. അതിനകത്തിലും ഈ പറയുന്ന ഡിപ്രഷൻ സ്റ്റേജിന്റെ ഒരു ഇതുണ്ട്. കാര്യം അവർക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടുമെന്ന് അറിയത്തില്ല. അവർ ഈ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു നിമിഷം അങ്ങനെ തോന്നുന്നു, അവരങ്ങനെ ചെയ്യുന്നു. അത് നിങ്ങളുടെ കുട്ടികളുടെ മരണത്തിന് നിങ്ങൾ തന്നെ കാരണക്കാരാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അതിനെപ്പറ്റി അവജ്ഞയായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് പേരന്റിങ് എന്ന് പറയുന്നത് ഇപ്പൊ പഠിക്കേണ്ട തന്നെ ഒരു കാര്യമാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പൈസക്ക് ഇപ്പൊ നിങ്ങൾ 100 രൂപ ഉണ്ടാക്കുന്നിടത്ത് 80 രൂപ ഉണ്ടാക്കുന്നുള്ള എങ്കിൽ ആ 80 രൂപ മതി.
ആ 20 രൂപയുടെ സ്ഥാനത്ത് 2000 രൂപയായിട്ടാവുന്ന നാളെ നിങ്ങൾക്ക് തിരിച്ചു തരും. അല്ലെങ്കിൽ അവൻ ആ ലെവലിലോട്ടാവും വളരും. ഈ 20 രൂപയുടെ നഷ്ടത്തിന് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ അതിനു വേണ്ടി സമയം കൊടുത്തേ പറ്റുള്ളൂ. ഈ ഓരോരോ രാജ്യങ്ങളിലും ഒക്കെ പോയി നമ്മൾ വെട്ടിപ്പിടിക്കാനും എടുക്കാനും ഒക്കെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതം പണ്ടത്തെ അത്രയും ഒന്നും വലുതൊന്നും അല്ല. ജീവിതം വളരെ പെട്ടെന്നാണ് പോകുന്നത്. അതുകൊണ്ട് ഉള്ള മൊമെന്റ്സ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും സ്നേഹിക്കാനും ഈ പൈസ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാതിരിക്കാനും പൈസ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, സേവ് ചെയ്യേണ്ട കാര്യങ്ങൾ സേവ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക. അങ്ങനെ കുട്ടികളെ പൈസയുടെ വാല്യൂവും കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണം. ഇതെല്ലാം ഒരു മിതമായ രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചതിന്റെ ഒരു തുടക്കത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നീറ്റിന്റെ ആ എക്സാം കാര്യങ്ങള് ഒരു കോഴ്സ് എടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക പേരൻസ്. ഓക്കെ, അത് ആ പ്ലസ് ടു ആവുമ്പോൾ, അതായത് ആ സമയത്ത് പോയി അതിന് വേണ്ടിയിട്ട് നിൽക്കാതെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് അതിന് കൃത്യമായിട്ടൊരു വേയിൽ നമുക്ക് പോകാൻ പറ്റും. അതിന് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റും. ഓക്കെ, ആ ടൈം തൊട്ടേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇപ്പൊ തന്നെ അത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും അവരെ ആ ലെവലിലോട്ട് എത്തിക്കാനും നമുക്ക് പറ്റും. എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ട് അവരെ നമുക്ക് ഗൈഡ് ചെയ്ത് പ്ലസ് ടു കഴിയുമ്പോൾ ആ ലെവലിലോട്ട് പോവാം. അല്ലാതെ നീറ്റ്, നേഴ്സിങ്, പണ്ട് എഞ്ചിനീയറിംഗ് ഇപ്പൊ അതില്ല, അങ്ങനെ നേഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഇത് മാത്രമേ ഉള്ളൂ. ചുമ്മാ നാട്ടിൽ ഡിഗ്രി പഠിക്കാൻ പോകുന്നതിന് ഈ നീറ്റിനും ജെയും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതിലൊന്നും ഒരു കഥയില്ല, ഒരു കാര്യമില്ല. ഇപ്പോഴും കോഴ്സ് എടുക്കാതിരിക്കുന്ന ഒരു ഭൂരിപക്ഷം കുട്ടികളുമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഈ ഒരു അവസ്ഥയിലോട്ട് പോകരുത്. പേരൻസ് ഈ അവസാനം ഇപ്പൊ നമ്മൾ തന്നെ ഇവിടുന്ന് കുട്ടികളെയൊക്കെ വിളിക്കുന്ന ടൈമില് എക്സാം കഴിയട്ടെ, റിസൾട്ട് കഴിയട്ടെ, നാട്ടിലെ ഇത് വരട്ടെ, എൻട്രൻസ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് കോഴ്സ് തീരുമാനിക്കുന്ന പറയുന്നത് ഏറ്റവും മണ്ടത്തരമായിട്ടൊരു കാര്യമാണ്. ദയവ് ചെയ്ത് ഈ പരിപാടി നിർത്തുക. അവൻ എന്താണെന്ന് പ്ലസ് ടുവിന് അവൻ കയറുന്നതിന് മുമ്പ് തന്നെ അവരെ ആ ഒരു കോഴ്സിലോട്ട് എത്തിക്കണം. എങ്കിൽ മാത്രമേ റൈറ്റ് ആയിട്ട് പോവുള്ളൂ. അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായിട്ട് അച്ഛനും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടാവണം. വിത്ത് പ്രസൻസ്, മാക്സിമം വിത്ത് പ്രസൻസ്. അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഫോൺ കോളിൽ പറ്റുമെങ്കിൽ അങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ കീപ്പ് ചെയ്യണം. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊന്നിന് OLX ഇട്ട് മാറ്റി വായിക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. അച്ഛനും അമ്മയും തന്നെയാണ്. അത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പറയുന്ന നീറ്റ് റിപ്പീറ്റ് ചെയ്ത് പിന്നെ 2-3 വർഷമായിട്ട് നിൽക്കുന്ന കുട്ടികളോട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ പ്രഷറിലോട്ട് നിൽക്കാതിരിക്കാൻ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെയും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. അതിൽ മാത്രമല്ല, മറ്റേത് എൻട്രൻസിലോ മറ്റേത് കോഴ്സിലോ ആണെന്നുണ്ടെങ്കിൽ കോഴ്സ് പഠിക്കുക എന്നുള്ളത് 3-4 വർഷത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് 40 വർഷത്തെ ജീവിതമുണ്ട്. ആ 40 വർഷത്തെ ജീവിതം എങ്ങനെ ജീവിക്കണം നമ്മൾ അത് തീരുമാനിക്കട്ടെ. ആ 40 വർഷം നിങ്ങൾ ഈ കൂടുതൽ വർഷം എടുക്കും തോറും കുറഞ്ഞു വരികയാണ്. അതായത് ജീവിതത്തിന്റെ ഒരു മെയിൻ ഭാഗം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിപ്പോ ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ ഒരു കാര്യം കൂടെ പറയാം. എന്റെ പേരൻസ് ഒരു കാരണവശാലും ഒന്നിനും കമ്പൽ ചെയ്യുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പഠിച്ച വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ജോലിക്ക് ഞാൻ പോയിട്ടുമില്ല. എനിക്ക് അങ്ങനെ പോകണമെന്നും ആഗ്രഹമില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളത്, അത് നമുക്ക് എത്ര വരുമാനം തരുന്നു എന്നുള്ളതല്ല, അത് എത്ര കുറവാണെങ്കിലും മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നൊരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒരു സമാധാനവും എനിക്ക് എപ്പോഴും ഉണ്ട്. അത് ആണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങളുടെ മക്കൾക്കും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇത് നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് വന്ന്. ഒരുപാട് കുട്ടികൾ ആത്മഹത്യ, പ്രേരണ, ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് തടുക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ എന്ത് ആവശ്യങ്ങൾക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങളോട് റിപ്ലൈ തരുന്നതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രേരണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് പേരൻസ് ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾ ഈ കാര്യത്തെ ഗൗരവത്തോടെ കാണണം. ഇത് മറ്റേതെങ്കിലും പേരൻസിനോ അല്ലെങ്കിൽ കുട്ടികൾ കാണുക നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റു വീഡിയോകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.